മനസ്സിലാ പഴയ ഓർമ്മകളൊക്കെ. സഞ്ജയ്ക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏയ് ഒന്നുമില്ല. അതെന്താ? അത് സഞ്ജയ്, എന്നിട്ടാണോ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ കാണിച്ചു വെക്കുന്നത്? പൂർണിമ ചേച്ചിക്ക് ദേഷ്യം വരുമെന്ന് അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ ഈ മണ്ടത്തരമൊക്കെ കാണിച്ചത്? ചിരിക്കണ്ട, ഇത് തമാശയല്ല. ചേച്ചിയെ വെറുപ്പിക്കാൻ വേണ്ടിയാണോ മനഃപൂർവ്വം ആ താരയുടെ കൂടെ വന്നത്? പുറമെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും സഞ്ജയ് ചേട്ടൻ ആ താരയോടൊപ്പം കറങ്ങി നടക്കുന്നത് പൂർണിമ ചേച്ചിയെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. എന്താ നാ ഇറങ്ങിപ്പോയോ? എന്താ മിണ്ടാ നിൽക്കുന്നേ? ഞങ്ങളെ കളിയാക്കണോ? ഞങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ ഇതൊന്നും ബാധിക്കാത്ത പോലെ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അതോ ആ താര എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചേട്ടന്റെ മനസ്സ് മാറ്റിയോ? കിരൺ, നീ എന്തായി പറയുന്നത്? താര എന്റെ മനസ്സ് മാറ്റിയെന്നോ? എന്റെ മനസ്സിൽ അന്നും ഇന്നും പൂർണിമ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്താ നിങ്ങൾക്കറിയേണ്ടത്? ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നല്ലേ? എനിക്ക് പൂർണിമയും മോളെയും കാണണമെങ്കിൽ അതിന് എങ്ങനെയെങ്കിലും എനിക്കിവിടെ വന്നല്ലേ പറ്റൂ. ഇപ്പൊ താര കാരണം എനിക്കൊരവസരം കിട്ടി, ഞാൻ വന്നു, അത്രേ ഉള്ളൂ. എന്നാലും ഒരെന്നാലും ഇല്ല കിരൺ. ഞാനും പൂർണിമയും ഞങ്ങളുടെ മോളും സന്തോഷത്തോടെ ജീവിച്ച വീടായത്. ഇവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും അതിൻ്റെ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാ. ഇവിടേക്ക് വരാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനത് നഷ്ടപ്പെടുത്തില്ല. നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല. അതിനുവേണ്ടി ഇങ്ങനൊരു വരവ് വേണ്ടായിരുന്നു. ഇന്ന് ഈ വന്നതുകൊണ്ട് പൂർണിമ ചേച്ചിക്ക് ചേട്ടനോട് ദേഷ്യം കൂടുകയുള്ളൂ. കിരൺ, പൂർണിമ എൻ്റെ ഭാര്യയാണ്. അവൾ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതോർത്ത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോയി ബാക്കി ജോലികൾ നോക്കിക്കോ. അപ്പോ ഞങ്ങളുടെ ഹെൽപ്പ് ആവശ്യമില്ലെന്നാണോ? അയ്യോ മാഡം, അങ്ങനെയല്ല. ഇന്നത്തെ കാര്യം മാത്രമാണ് പറഞ്ഞു. നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഈ ജന്മം ഞാനും പൂർണിമയും ഒന്നിക്കില്ല. അതുകൊണ്ട് പ്ലീസ് സഹായിക്കണം. ശരി, അങ്ങനെ വഴിക്കുക. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി പൂർണിമ ചേച്ചിക്ക് ദേഷ്യം ഉണ്ടാക്കുന്നൊന്നും ചെയ്യാതെ നോക്കണം. ശരി മാഡം, ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. എന്റെ മോളെയും കാണണം. ശരി ശരി, നടക്കട്ടെ. ബാക്കി പോ. ധുനിമോളെവിടെ? മോളെവിടെയൊന്നും കാണുന്നില്ലല്ലോ. സഞ്ജയ്, സഞ്ജയ് എന്താ ഇവിടെ? ഞാൻ ധുനിമോളെ നോക്കി വന്നതാ.
മോള് അപ്പുറത്തെവിടെയോ ഉണ്ട്. സഞ്ജയ് വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ജയുടെ അടുത്തുനിന്ന് മാറില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ പൂർണ്ണിമയ്ക്ക് ദേഷ്യമാവും. എന്തിന്? പരസ്പരം പിരിഞ്ഞെന്ന് കരുതി സഞ്ജയ് എനിക്ക് ശത്രുവൊന്നുമല്ലല്ലോ. ഞാൻ അങ്ങനെ കരുതിയിട്ടുമില്ല. എന്റെ മോള എനിക്കെല്ലാം. അവൾക്ക് ദോഷം വരുന്നതെല്ലാം മാറ്റി നിർത്തണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ആ, അതെനിക്കറിയാം. പൂർണ്ണിമയുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി എന്നെ പറിച്ചു കളയാനാവില്ലെന്ന് മറ്റാരേക്കാളും നന്നായി എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന ജീവിതം ഒരടഞ്ഞ അധ്യായമാ. അതങ്ങനെ തന്നെ തുടരുന്നതാ എല്ലാവർക്കും നല്ലത്. ഞാൻ ഒന്നിനും പൂർണ്ണിമയെ നിർബന്ധിക്കില്ല. എന്നെ പോലെ ഒരാൾ അർഹിക്കുന്നതിലും എത്രയോ മുകളിലാണ് പൂർണ്ണിമ. അതെനിക്ക് നന്നായി അറിയാം. ആ ബോധമുള്ളതുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും ഞാൻ അകന്നു മാറിയത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ റൂമിന് മുന്നിലെത്തിയപ്പോൾ മനസ്സിൽ ആ പഴയ ഓർമ്മകളൊക്കെ. സഞ്ജയ്ക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏയ്, ഒന്നുമില്ല. അതെന്താ? അത് സഞ്ജയ്, എന്താ താര? സഞ്ജയ് ഇവിടെ വന്ന് നിൽക്കാണോ? ഞാൻ എവിടെയൊക്കെ നോക്കി. സഞ്ജയ്ക്ക് വന്നേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. താര അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഇപ്പൊ തന്നെ വന്നേ പറ്റൂ. വാ, ഒന്ന് വാ സഞ്ജയ്. എന്താ താര മാം, പാർട്ടി ഒരു ഉഷാറില്ലല്ലോ. പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടെങ്കിലേ പാർട്ടി ഒന്നും കളർ ആവുള്ളൂ. അതിനെന്താ, ഡാൻസ് ഇപ്പൊ തുടങ്ങാലോ. ഡൺ. അഷിത, എന്താ മാഡം? മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തോ? നമുക്ക് ഡാൻസ് ചെയ്യാം. ശരി.